ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ബർത്ത്ഡേ എന്നൊന്നും പറയാനില്ല, വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിലും നമ്മുടെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പോവുക. എന്നാലും നമ്മൾ ജനിച്ച ദിവസം എന്ന് പറയുമ്പോൾ നമുക്കത് സ്പെഷ്യൽ തന്നെയാണല്ലോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഇക്കായും പിള്ളേരും കൂടി മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു 2-3 മീനുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 പിലോപ്പിയാണ്, പിന്നെ 1 നമ്മുടെ ബ്രാലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറുതായിരുന്നു, എന്നാലും അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്ത് ഉപ്പും മുളകൊക്കെ ഒന്ന് തേച്ച് വെക്കുകയാണ് കേട്ടോ. അതേപോലെ ചെറിയൊരു പീസ് ക്യാബേജ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആവശ്യത്തിന് കുറേശ്ശെയാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ, കാരണം ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ആക്കിയിടണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ചെറിയൊരു പീസ് ക്യാബേജ്, അപ്പോൾ അതിൽ തേങ്ങയും സവാളയും പച്ചമുളകും ഉപ്പും മഞ്ഞളൊക്കെ തേച്ചിട്ട് ഒരു സിമ്പിൾ ലഞ്ച് അത്ര വിചാരിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് ഫുഡൊന്നും അങ്ങനെ ആക്കുന്നില്ല. ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ പോകാനുള്ള പരിപാടി ഉണ്ട്. അതേപോലെ രാത്രി എന്തായാലും എവിടെന്നെങ്കിലും പുറത്തുനിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കലത്തേക്കുള്ളൊരു തട്ടിക്കൂട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് ക്യാബേജ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ പറഞ്ഞിരുന്ന ആ ഒരാഴ്ച ഉണ്ടല്ലോ, ആ ഒരാഴ്ച കേട്ടോ ഈ ഒരു ഫ്രൈഡേ ജുമാടെ സമയത്ത് ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ ക്യാബേജ് റെഡിയായി അത് ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങനെ ആക്കി വെച്ചിട്ട് അത് തന്നെ കഴുകിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് മീൻ മസാല തേച്ചത് ഓൾറെഡി ഫ്രീസറിലുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കറിയായിട്ട് പരിപ്പാണ് കേട്ടോ. ഞങ്ങൾ പറയുക പരിപ്പ് കുത്തി കാച്ചിയതെന്നാണ്. വെറുതെ ചെറിയ ഉള്ളിയും ചതമുളകൊക്കെ ഇട്ടെടുക്കുന്ന ഒരു പരിപ്പ് കറി ഉണ്ടല്ലോ. ഇക്കാക്കും ഹാറൂനൊക്കെ അതൊക്കെയാണ് ഇഷ്ടമാണ് കേട്ടോ കറി. പക്ഷേ ഹംദാന് പരിപ്പ് കറി തീരെ ഇഷ്ടമല്ല. സെയിം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ, എനിക്കും ഇഷ്ടമല്ല. പക്ഷേ അവനോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഹംദാന് ഇന്ന് പരിപ്പ് കറിയൊക്കെയാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേ പ്രമാണിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളോ ഒന്നും പണ്ടും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല കേട്ടോ. ഇക്ക രാവിലെ ഒരു മെസ്സേജ് അയച്ചു. പിന്നെ ഈ തവണ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു, കാരണം ഫേസ്ബുക്കിലാണല്ലോ എന്തായാലും ടൈം ലൈൻ വരുന്നത്. അതനുസരിച്ച് കുറേ പേര് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ നിന്ന് പോരുന്നേക്കായി മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ആയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം. ഇന്ന് രാവിലെ തന്നെ ഞാനത് ഓർക്കുമായിരുന്നു. അപ്പോൾ ഇക്കായും പിള്ളേരും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്തുള്ള മഴയാണ് കേട്ടോ ഇത്. ഭയങ്കര കാറ്റായിരുന്നു. പുറത്തു വന്ന് നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ആസമും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ നേരം പുറത്ത് നിന്നു. പക്ഷേ ഡോറ് തുറന്നിട്ടത് കൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഫുള്ള് വെള്ളം കയറിയിട്ടാണ് ഈ ഒരു കാറ്റടിച്ചിട്ട്. കല്യാണത്തിന് മുമ്പാണെങ്കിലും നമ്മുടെ ബർത്ത്ഡേ ആഘോഷം പരിപാടിയൊന്നും നമ്മുടെ വീട്ടിലും ഇല്ലല്ലോ. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ, എനിക്ക് 18 വയസ്സ്. ആ സമയത്ത് എനിക്ക് കേക്ക് മുറിക്കണം, നമ്മളിങ്ങനെ ടി വിയിലും സിനിമയിലൊക്കെ കാണുമ്പോഴുള്ളൊരു കൊതിയുണ്ടല്ലോ, അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അന്ന് നിമ്മി മീരയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചതും ലഞ്ച് കൊടുത്തതൊക്കെ നല്ലൊരു ഓർമ്മയാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ആഗ്രഹം ആയിരുന്നു. അത് എന്തായാലും അന്ന് ഞാനത് സാധിച്ചെടുത്തു. പിറ്റേ വർഷം എൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ളൊരു ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് എൻ്റെ അതാണ്. അങ്ങനെ ഒരു പള്ളിയിൽ പോയി വന്ന് കുറേ കടുമാങ്ങ അച്ചാർ, മാംഗോ ബാറ്, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കതേ ചോറ് വിളമ്പാണ്. അപ്പോൾ ചോറ് എടുക്കുന്ന സമയത്ത് മൂപ്പരുടെ മെയിൻ പണി ഇങ്ങനെ എടുത്ത് വന്നിരുന്ന് അതിൽ കൈയിടലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ കറിയും കാര്യങ്ങളൊക്കെ ഒഴിക്കുകയാണ്. അതേ പരിപ്പ് കറി ഒഴിച്ചു, ക്യാബേജും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി അങ്ങനെ ചോറ് ഒഴിച്ചു. നല്ല മഴയാണ്. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ വെള്ളിയാഴ്ച ഒരു ഉച്ച കഴിഞ്ഞൊരു സിനിമ കാണാനിരിക്കലുണ്ടല്ലോ, ഒരു സിനിമയൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരും കൂടി ഉമ്മച്ചിയുടെ അടുത്തേക്ക് താഴേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എവിടെയോ പുറത്ത് പോയേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ റോട്ടിൽ പോവാം, ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയതാണ്. മൂത്തക്കാടെ മോനുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിപ്പോൾ ആ സമയത്ത് മഴയില്ല. അവിടെ ചെന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു. പുതിയ റോട്ടിൽ കൂടെ വെറുതെ വണ്ടി ഓടിച്ച് പോകാനും
നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു, ബ്രെഡ് പോക്കറ്റും പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ചു, കട്ട്ലേറ്റൊക്കെ വാങ്ങി കഴിച്ചു. ഒന്ന് മഴ കുറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി നിന്നതാണ് കേട്ടോ. ഇവിടെ ഫുള്ള് താറാവിൻ്റെ ഒരു സെറ്റ് ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട് പാടത്തേക്ക്. അപ്പോൾ അതിനെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. ഹാസിമിനെ പുറത്തേക്ക് ഇറക്കിയില്ല, മൂപ്പരിനി പാടത്തേക്ക് എടുത്ത് ചാടിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് മൂത്തേക്കാടെ മോനിട്ട്, അവൻ 9th പഠിക്കണേ. അവനും ഹംദാനുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർ തമ്മിൽ 9 മാസത്തെ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുക്കാറായപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഒരു 8:30 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നിഹിയാനും പോയിട്ടാണ്. പിന്നെ ഞങ്ങളൊന്ന് ഡിന്നർ കഴിക്കാമെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇക്കാടെ ഫ്രണ്ടിൻ്റെ തന്നെ ഷോപ്പായിരുന്നു. ഫുഡൊന്നും എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഒരു മന്തി ഷോപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ രാത്രി മന്തിയൊക്കെ ഒരുപാട് ഓർഡറും കാര്യങ്ങളും കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഷവായയുടെ ഒരു ഹാഫ്, പിന്നെ മന്തി, അതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇവിടെ അൽഫാം, ഇത്രയും കാര്യങ്ങളേ ഇവിടെ റെസ്റ്റോറൻറ്റിലുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മന്തി ഷോപ്പാണ്. ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഒരു ഷേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഞാനൊരു ചായയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം കുടിച്ചിരുന്ന് ഫ്രണ്ടൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. ഒരു 10-11 മണിയോടുകൂടി നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ജന്മദിനത്തിലുണ്ടായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് പിറ്റേ ദിവസത്തെ രാവിലെയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ മഴ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇക്കാടെ രണ്ടാമത്തെ ബ്രദർ, അവർ ഈ ബൈക്ക് റൈഡിൻ്റെയൊക്കെ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് മൂന്നാർ ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ ഇക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് ഫുൾ കവേർഡായിട്ട് ഫോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് അവർ ട്രാവലിംഗ് ഒക്കെ. കുറേ പേരുണ്ട്, 10 പേരോളം വേറെയും ബൈക്കിൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് മുറ്റടിക്കുന്ന സമയത്ത് എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ കൂണുകൾ ഉണ്ടായിട്ടുണ്ട്, റാബി പറിച്ചെടുത്തോ നല്ലതാണ്. പക്ഷെ നമുക്കൊരു ടെൻഷനാണല്ലോ, കൂണ് എങ്ങനത്തെയാണ്, നമുക്ക് കഴിക്കാൻ പറ്റിയതാണോ എന്ന് നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഗൂഗിളൊക്കെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഇത് എഡിബിളാണ്, കഴിക്കാമെന്നുള്ളൊരു ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചിലതൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ പാകമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറിക്കാൻ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം കൈ കിട്ടി എല്ലാം പറിച്ചിട്ടുണ്ട്. അത്യാവശ്യമായി വലുതായി വന്ന് എല്ലാം നോക്കി പറിച്ചു വിട്ടാൽ. അപ്പോൾ ഈ ഒരു മുറ നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് 3 കവറാക്കി. നമുക്ക് മുകളിൽ താമസിക്കുന്നവർക്ക് ഒരു കവർ കൊടുത്തു. പിന്നെ ഇക്കാടെ ഉമ്മാക്ക് ഒരു കവറുണ്ടായി കൊടുത്ത്. അവരുണ്ടാക്കിയോന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാനൊരു പാക്കറ്റും ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് വീട്ടിലേക്ക് പോവാണ്. വിക്കാക്ക് 2 ദിവസം ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്താത്ത ഹസ്ബൻഡും ഇല്ല, മോനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ബോറടിയാണ് കേട്ടോ. പിള്ളേർ പോന്നു കഴിയുമ്പോൾ വീട്ടിൽ ആരും ഇല്ല, നീ കുറച്ച് ദിവസം കൂടി വന്ന് നിൽക്കുമെന്നും പറഞ്ഞ് എന്നും വിളിക്കും. അപ്പോൾ ഇങ്ങനെ പോകുമെന്നുള്ളൊരു പ്ലാനിങ്ങും പെട്ടെന്നാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും വീട്ടിലേക്ക് പോവാം, നമുക്ക് 2 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം തുടങ്ങി എൻ്റെ വീട്ടിലെത്തുന്ന വരെ നിർത്താതെ മഴയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിച്ച് പോയി. ഗ്ലാസ്സൊന്നും കാണാനേ വയ്യ കേട്ടോ. ഫ്രണ്ടിലുള്ള വണ്ടികളൊന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിലുള്ള മഴയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇക്കാടെ വീട്ടിൽ ഇത് മഷ്റൂം കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നിട്ടാ. മോള് അവൾ പാലയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ്സ് ആണല്ലോ അവൾ വരാറ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. മഴയൊക്കെ ഒന്ന് തോരട്ടെ എന്ന് കരുതി അങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ ഇറങ്ങിയത്. പക്ഷെ എന്നിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പോരുന്ന സമയത്തും ഫുള്ള് മഴയായിരുന്നു. ഇവിടെ പോരുന്ന വഴിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ പയ്യാണ് പോകുന്നത്. പിന്നെ ഹംദാന് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും മടിയാണ് കേട്ടോ. ഒന്നാമത് നെടുവന്നൂരിൽ നിന്ന് ഇവിടെ നിന്ന് കളമശ്ശേരിക്ക് വരാൻ അവന് മടിയാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നെടുവന്നൂർക്ക് വരാനും മടിയാണ്. അങ്ങനെ നിൽക്കണത് എവിടെയാണോ അവിടെ കണ്ടിന്യൂസ് നിൽക്കാനാണ് മൂപ്പർക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ ഹാസിമ് അവൻ്റെ മടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാസിമ് വണ്ടി കയറിയപ്പോൾ ഷർട്ടൊക്കെ ഊരി കളഞ്ഞതാണ് കേട്ടോ.
അപ്പോൾ പോകുന്ന വഴിക്ക് നെല്ലും കപ്പയും വാഴയും എല്ലാത്തിൻ്റെയും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റോട്ടിൽ കൂടെ വരാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് മഴയുടെ സമയത്ത് ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ ഞാനൊന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയതാണ് കേട്ടോ. അപ്പം അമ്താൻ്റെ അടുത്തൊന്ന് ഒരു വീഡിയോ എടുത്തതാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ആസ് യൂഷ്വൽ എല്ലാ ഡ്രസ്സും പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോണതും. അത്യാവശ്യം ഡ്രസ്സ് കരുതും. അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് അകത്തേക്ക് വന്ന് കയറുമ്പോഴാണ് ഇവിടെ കേക്കൊക്കെ ആയിട്ട് തട മോള് ഒപ്പിച്ച പരിപാടിയാണ് കേട്ടോ. അവരത് രാവിലെ പോയി കേക്കൊക്കെ വാങ്ങി അത് ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമാന്നൊക്കെ അത് എഴുതി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു. ചീസ് കേക്കായിരുന്നു കേട്ടോ. എനിക്ക് ക്രീമിൻ്റെ കേക്കിനോട് തീരെ ഇഷ്ടമല്ല, കഴിക്കാൻ തന്നെ തോന്നാറില്ല ക്രീമിൻ്റെ. അപ്പോൾ എനിക്ക് ചീസ് കേക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതാണ് വാങ്ങിയത്, ബ്ലൂബെറിയുടെ ചീസ് കേക്ക്. അങ്ങനെ പിള്ളേർക്കും എല്ലാവർക്കും കൊടുത്തു. പിന്നെ അമ്മായിയുടെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു. പിള്ളേർ ആരും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ നല്ല മഴ ആയതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് കുളിക്കാമെന്നും പറഞ്ഞിട്ട് ആസിമ മാത്രം കുളിച്ചിട്ടുണ്ടായിരുന്നു. അമ്താനും ആറോനും ഞാനൊന്നും കുളി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞ് നല്ല വിശപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നിസ്കാരവും ഫുഡടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടാണ് കുളിയൊക്കെ നടന്നത്. ഇവിടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോൽ കറി, അതേപോലെ മാങ്ങ പാലൊഴിച്ച അങ്കമാലി കറി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. നമ്മളുടെ മതം കാര്യങ്ങളൊക്കെ അനുസരിച്ച് ബർത്ത്ഡേ കേക്ക് മുറിക്കൽ കാര്യങ്ങളൊന്നും പാടില്ല എന്നാണ് പറയുക. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു സന്തോഷത്തിന് വീട്ടിലങ്ങനെ കൂടി എല്ലാവരും കൂടി കൂടിയിട്ട് ആ ഒരു ദിവസം ഓർമ്മിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സ്വന്തം ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം എല്ലാവർക്കും ഒരു സ്പെഷ്യൽ തന്നെയല്ലേ. അപ്പോൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു കേക്കും പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഇന്നത്തെ ദിവസവും അങ്ങനെ പോയിട്ടാ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റു വിശേഷങ്ങളും വ്ളോഗൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.